ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള താൽക്കാലിക പുനരധിവാസം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കണ്ടെത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ താമസിക്കാൻ പറ്റുന്നതാണോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തും. പുനരധിവാസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. താൽക്കാലിക പുനരധിവാസത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് 41 കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് 24 കെട്ടിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 65 കെട്ടിടങ്ങൾ ഉപയോഗസജ്ജമാക്കി കഴിഞ്ഞു. ഇതിനു പുറമെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഉപയോഗിക്കാവുന്ന 34 കെട്ടിടങ്ങളും താൽക്കാലിക പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. വാടക നൽകി ഉപയോഗിക്കാവുന്ന 286 വീടുകൾ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. വാടക വീടുകൾ എന്ന് പറയുന്നതിൽ നമുക്ക് ലഭ്യമായ ക്വാർട്ടേഴ്സുകൾ, സൗജന്യമായി ലഭിച്ചിട്ടുള്ള വാടക വീടുകൾ, അതാണ് രണ്ടാമത്തെ പാക്കേജ്. അതിലേക്ക് പോകാം. മൂന്നാമത്തെ കാര്യം, സർക്കാർ തന്നെ വാടക കൊടുത്ത് എടുക്കുന്ന വീടുകൾ. ഈ 3 തരത്തിലാണെങ്കിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ പൂർണ്ണമായും നമുക്ക് അങ്ങോട്ട് മാറ്റാം. വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് നൽകാൻ ഫർണിച്ചർ അടക്കമുള്ളവ ഉൾപ്പെടുത്തി കിറ്റ് സജ്ജമാക്കും. ഹാരിസൺ മലയാളം കമ്പനി തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ, വയനാട്.